ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ പച്ചപ്പട്ടാണയില്ലേ, അത് ഞാൻ കറി വയ്ക്കാൻ വാങ്ങിച്ചത് കുറച്ച് മുളച്ചു. അപ്പം ഞാനതൊന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കിളിർക്കുന്നെങ്കിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാമല്ലോ എന്ന് കരുതിയാണ്. അപ്പം ഇതിൻ്റെ സീസൺ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. മുളച്ച് കണ്ടതുകൊണ്ട് ഞാനൊന്ന് പാകി നോക്കുകയാണ്. ഈ ഒരു പോട്ടിൽ ഞാൻ നമ്മുടെ കിച്ചണിൽ മീൻ വെട്ടുമ്പോൾ വേസ്റ്റ് വരുന്നത്, നമ്മുടെ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കമ്പോസ്റ്റ് ആക്കാൻ വെച്ചിരുന്നതാണ് കേട്ടോ. ഞാൻ മത്തി അയില അതുപോലൊക്കെയുള്ള അത് രണ്ടിൻ്റെയും വേസ്റ്റിലെടുത്ത് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വെക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി ബോട്ടിലങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ വയ്ക്കാൻ ഒരുപാട് സ്ഥലമില്ലാത്ത കാരണം ഞാനത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പോട്ടിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ഫിഷ് കട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാം വേസ്റ്റ്, കൊഞ്ചിൻ്റെ വേസ്റ്റ് അതുപോലൊക്കെയുള്ള വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ട് കുറച്ച് ദിവസമായതാണ്. നല്ലപോലെ കമ്പോസ്റ്റ് ആയിട്ടില്ല, കുറച്ചൊക്കെ വേസ്റ്റ് അതിൽ കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു പോട്ട് ഒഴിഞ്ഞിരിക്കുന്നുള്ളായിരുന്നു. അപ്പം ഞാൻ അതിലോട്ട് ഈ വിത്ത് പാകി കൊടുക്കുകയാണ്. കുറച്ച് 4-5 വിത്തുകളെ എടുത്തിട്ടുള്ളൂ. മണ്ണ് അത്ര പെർഫെക്റ്റ് മണ്ണൊന്നും അല്ല കേട്ടോ, കുറച്ച് പശയുള്ള മണ്ണാണ്. എങ്കിലും വേറെ പോട്ടൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ അതിലോട്ടങ്ങ് നടുകയാണ്. ഈ പച്ചപ്പട്ടാണ് നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെയാണ് ഇത് ഒരുപാടായിട്ട് കിട്ടിത്തുടങ്ങുന്നത്, സീസൺ ആവുന്നത് മാർക്കറ്റിൽ. അപ്പം ഇപ്പോഴേ നട്ടാലായിരിക്കും അത് പിടിക്കുന്നത്. എത്ര മാസത്തെ അത് നടണമെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ ബീൻസൊക്കെ നടുന്ന പോലെ കിളിച്ച് വരുന്നൊരു ചെടിയാണെന്ന് തോന്നുന്നു. അത്രയും പൊക്കമൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോയിലൊക്കെ അത് കണ്ടിട്ടുണ്ട്, അങ്ങനെ നിറയെ പിടിച്ച് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം മഴ സമയമായതുകൊണ്ട് അറിയില്ല പിടിച്ച് കിട്ടുമെന്ന്. ഞാനിപ്പം ഇത്രയും 3-4 ദിവസം കൊണ്ട് തന്നെ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മഴയായത് കാരണം ഞാൻ ഇതിനെ ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. മഴ കൊള്ളാൻ പറ്റത്തില്ലല്ലോ, ഒത്തിരി മഴ ചെയ്ത് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അത് മാത്രമല്ല ഈ മണ്ണത്ര നല്ലതല്ലായിരുന്നു, കുറച്ച് വെള്ളം വാർന്നു പോകാത്ത മണ്ണായിരുന്നു കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ആ കമ്പോസ്റ്റിനിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ദ്രവിച്ച് കഴിയുമ്പോൾ ഒരു ഇത് വരുമല്ലോ, മിക്സ് ആക്കിയില്ലായിരുന്നു നല്ലതുപോലെ. അപ്പോൾ എന്തായാലും അതിൽ നട്ടത് കിളിർത്തിട്ടുണ്ട്. 1-2 എണ്ണം നമ്മുടെ ഈ ഒച്ച് തിന്ന് തീർത്തിട്ടുണ്ട്. അത് നല്ല കിളിർത്തിട്ടില്ല. 2 വിത്ത് നല്ലപോലെ കിളിർത്തിട്ടില്ല. പിന്നെ ഈ കിളിർത്ത് വന്നതിൻ്റെയും വിത്ത് അതിലിരിക്കുന്നത് ഒച്ച് തിന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ശല്യമാണ് ഒച്ചിൻ്റെത്. 2-3 ടൈപ്പ് ഒച്ചുണ്ട്. അതെല്ലാം കൂടെ നമ്മുടെ ചെടികളൊന്ന് വിത്ത് പാകി കിളിർത്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. എൻ്റെ അടീനിയം വിത്ത് പാകിയതും എല്ലാം അതുപോലെ കുറേ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വീണ്ടും പാകിയതാണ് കേട്ടോ. നമ്മുടെ നാടൻ അടീനിയം വിത്ത് ഇതിൽ വീണ്ടും പാകിയിട്ടുണ്ട്. ആദ്യം പാകിയ വിത്തിൽ 8 തൈകൾ കിളിർത്ത് കിട്ടിയിട്ടുള്ളായിരുന്നു. ഇതും നാടൻ വിത്ത് പാകിയതാണ്. നാടൻ വിത്ത് പാകുന്നത് പെട്ടെന്ന് തന്നെ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് ഞാൻ രണ്ടാമത് പാകിയതാണ്. ഇതിലും ഞാനൊരു താമര വിത്തും കൂടെ പാകിയിട്ടുണ്ടായിരുന്നുണ്ടോ. അത് ഒച്ച് തിന്ന് നശിപ്പിച്ച് അതിൻ്റെ ഒരു ഇലയിൽ കയറി തിന്നാൻ തുടങ്ങി. അതൊന്ന് ചരിഞ്ഞ് കിടന്നതായിരുന്നു. അത് മൊത്തം ഒച്ച് തിന്ന് നശിപ്പിച്ച് നിറയെ ഒച്ച എഴയുന്നത്. പിന്നെ ശംഖ് പോലത്തെ ഒച്ചാണ്. കുറേ ഞാൻ എടുത്ത് നശിപ്പിച്ച് കളയുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. ഇത് എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയാൻ വയ്യ. ഹൈബ്രിഡ് സീഡ്സ് നമ്മുടെ അടീനിയത്തിൻ്റെ കുറച്ച് ഒരു 10-15 വിത്ത് വീതം കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്. ഒരു 3-4 പേർക്ക് കൊടുക്കാം, 3 പേർക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഈ അഗ്ലോണിമയുടെ സെയിലുണ്ടായിരുന്നു, അതും കൂടെ ആയിട്ട് വേണം ഇത് സെയിലിനിടാൻ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.